ഇന്ന് മുഖ്യ സന്ദേശം അറിയിക്കാൻ വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ മുഴുവൻ വിളിച്ചു പറയുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞു, ലോകത്തിന്റെ അവസാനത്തെങ്കിൽ അധർമ്മം ലോകത്ത് പെരുകും, അനേകന്റെ സ്നേഹം തണുത്തു പോകുന്ന അവൻ ചെയ്ത യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത്. മനുഷ്യനെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകമാകമാനം യുദ്ധത്തിന്റെ കെടുതികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് ദൂരെ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചത് നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ്. പക്ഷേ നമ്മുടെ അടുക്കളയിൽ വരെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏൽക്കുവാനായിട്ടിടയെ ദൈവത്തിന് അതുകൊണ്ട് കാലം ഇങ്ങനെ സഹസ്രാബ്ദത്തോളം നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഈ തലമുറയിൽ തന്നെ കർത്താവ് വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ എല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വിളിച്ചു പറയുന്നു, ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവിന്റെ മടങ്ങി വരുന്നു. അതുകൊണ്ടാണ് ലോകം അതിന്റെ അവസാന താളുകളിലേക്ക്, യുഗം അതിന്റെ അന്ത്യത്തിലേക്ക്, കാലം അതിന്റെ അവസാന കടശി ദിനത്തിലേക്ക് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിത്യതയുടെ വിധികർത്താവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കോടാനുകോടി ദൂതന്റെ അകമ്പടിയോടെ മേഘാരൂഢനായി വരുന്ന കാഴ്ച കാണുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു തലമുറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ രാത്രിക്ക് വചനം സംസാരിക്കാൻ കിട്ടിയതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് കർത്താവിനെ സന്തോഷത്തോടെ ശ്രദ്ധിച്ചാണ്. ഹല്ലേലൂയ. 52-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു ധ്യാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധ്യാനം, പ്രാർത്ഥനയല്ല ധ്യാനം. ധ്യാനവും പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. പ്രാർത്ഥിക്കാൻ ആരെ കൊണ്ടും ഏത് സമയത്തും എപ്പോഴും എല്ലാവർക്കും പറ്റും. പക്ഷെ ധ്യാനിപ്പാൻ ആൾക്കാർക്ക് അപൂർവ സമയങ്ങളിലേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദാവീദ് ധ്യാനിച്ച് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 52-ാം സങ്കീർത്തനം. അതിന് വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ഒറ്റ വാക്യം മാത്രം ചിന്തിച്ച് ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. 52-ന്റെ 8, 52-ന്റെ 8-ാമത്തെ വാക്യം. ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തടച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ സഭയെ കണ്ടുകൊണ്ട് ദാവീദ് എഴുതിയിരിക്കുകയാണ്. ഒരു കെട്ടിയടക്കപ്പെട്ട തോട്ടത്തെ പോലെ സഭയെ കണ്ടുകൊണ്ട് ദാവീദ് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തടച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു തോട്ടത്തിനകത്ത് ഒലിവ് മാത്രമല്ല, പല പല വൃക്ഷങ്ങൾ കാണുവാൻ സാധ്യതയുണ്ട്, ഇല്ലേ? അതിനകത്ത് മുള്ളുമുരിക്ക് കാണും, ഫലം കായ്ക്കാത്ത പല വൃക്ഷങ്ങൾ കാണും. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിൽ തടച്ചിരിക്കുന്ന ഒരു വൃക്ഷം എന്നാണ് ദാവീദ് ഇവിടെ പറയുവാനായിട്ട് ഇടയായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, തടച്ചിരിക്കുന്ന ഒരു വൃക്ഷങ്ങളുണ്ടെങ്കിൽ തളർന്നിരിക്കുന്ന ഒരു വൃക്ഷവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആലയത്തിനകത്ത്, സഭയ്ക്കകത്ത് തടച്ചിരിക്കുന്ന ഒരു വൃക്ഷങ്ങൾ പോലെ തന്നെ തളർന്നിരിക്കുന്ന ഒരു വൃക്ഷങ്ങളുമുണ്ട്. തകർന്ന ഒരുവിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാമോ? വന്നിരിക്കും, പക്ഷെ ആരാധനയില്ല. ഒന്ന് കരമടിക്കാൻ പറഞ്ഞാൽ കരമടിക്കത്തില്ല. സ്തോത്രം എന്ന് പറയാൻ പറഞ്ഞാൽ സ്തോത്രം പറയത്തില്ല. ചുമ്മാ വിറകുമ്പ് അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒലിവുകൾ നമ്മുടെ സഭയിലുണ്ട്. എന്നാൽ ചലിപ്പിക്കുന്ന, സ്തോത്രം പറയുന്ന, വചനം കേൾക്കുമ്പോൾ ആരാധിക്കുന്ന, തടച്ചിരിക്കുന്ന ഓരോ വൃക്ഷങ്ങളും നമ്മുടെ സഭയെ കണ്ടുകൊണ്ടാണ് ദാവീദ് പറയുന്നു, നിങ്ങൾ തടച്ചിരിക്കുന്ന ആലയത്തിൽ തടച്ചിരിക്കുന്ന ഓരോ വൃക്ഷം പോലെയാകുന്നു. ആരാണ് തടച്ചിരിക്കുന്ന ഒരു വൃക്ഷങ്ങള്? ഒരു ദൈവത്തിന് പറഞ്ഞു, തടച്ചിരിക്കുന്ന ഒരുവിനെ പറ്റി യിരെമ്യാവ് പ്രവചനം 11-ന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 11-ന്റെ 16 പെട്ടെന്ന്. യിരെമ്യാവ് പ്രവചനം 11. ഒന്നോടെ. മനോഹര ഫലങ്ങൾ, ശോഭിതമായ പട്ടണം. ദൈവത്തിന് സ്വന്തം മനോഹര ഫലങ്ങൾ കായ്ക്കുന്നതാണ് ഒരു വൃക്ഷം. മനോഹര ഫലങ്ങളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഗലാത്യലേഖനം നമ്മൾ പഠിക്കണം. അതിന്റെ 5-ാം അധ്യായം 22, 24 വരെയുള്ള വാക്യങ്ങൾ ഒരു 9 കൂട്ടം കാര്യം പറയുന്നുണ്ട്. മനോഹര ഫലത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. 3 കൂട്ടം കാര്യങ്ങൾ വാങ്ങാൻ പറ്റില്ല. സ്നേഹം, സന്തോഷം, സമാധാനമൊന്നും വാങ്ങാൻ പറ്റുന്നതല്ല. മറ്റു 3 കൂട്ടം കൊടുക്കണം. ദീർഘക്ഷമ, ദയ, പരോപകാരം. എന്നാൽ 3 കൂട്ടം
കൂട്ടം കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്താണ്? വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, അങ്ങനെ 9 കൂട്ടം കാര്യങ്ങൾ ഒരു മനോഹര ഫലം തലച്ചിരിക്കുന്ന ഒലിവിൽ നിന്നുണ്ടാകും. എന്നാൽ ദൈവത്തിന് സ്വന്തം തലച്ചിരിക്കുന്നതല്ലാതെ തളർന്നിരിക്കുന്ന ഒലിവിന്റെ പ്രത്യേകതയാണ് 5:19 പറയുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. തളർന്നിരിക്കുന്ന ഒലിവിന്റെ ഫലങ്ങളാണ് ദുർദർപ്പ്, ദുഷ്കാമം, പക, പിണക്കം, അസൂയ, ഭിന്നത, ജാലസംഖ്യയൊക്കെ ഈ തളർന്നിരിക്കുന്ന ഒലിവിന്റെ പ്രത്യേകതയാണ്. ഞാൻ ധരിപ്പിക്കുന്നില്ല പ്രിയരെ, ഈ ഒലിവിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒലിവ് തളർത്തിരുന്ന വൃക്ഷമാണ്. ഒലിവിന്റെ എണ്ണ വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇതിനെപ്പറ്റിയൊക്കെ വർണ്ണിക്കാൻ ഒത്തിരി ഉണ്ടെങ്കിലും ഞാനിവിടെ നിർത്തുന്നു. അപ്പൊ പല മക്കളും ദൈവത്തിന് നിങ്ങളുടെ ഒലിവ് മേശയ്ക്ക് ചുറ്റും, നിങ്ങളുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. എന്ന് ദുഃഖകരമെന്ന് പറയട്ടെ, പല കുഞ്ഞുങ്ങളും ഒലിവല്ല കാഞ്ഞിരം പോലെ കഴിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. നമ്മൾ ചിന്തിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒലിവാണെന്ന്. പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ഒലിവിന്റെ യാതൊരുവിധ ഫലവുമില്ലാതെ കാഞ്ഞിരം പോലെ കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളോടൊപ്പമുള്ള ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കയ്പിന്റെ അവസ്ഥയിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് മനോഹര ഫലം കായ്ക്കുന്ന കുഞ്ഞുങ്ങളാക്കി തീർക്കുവാൻ ഈ സ്ഥാപനം ഒരുക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ തകർന്നു പോകാമായിരുന്നു. എന്നാൽ ആ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വചനബന്ധമെന്നറിയിച്ച്, ദൈവമാരെന്നറിയിച്ച് അവരെ ദൈവസ്ഥതയിൽ കൊണ്ടുവന്ന് എത്രയോ കുഞ്ഞുങ്ങൾ രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നല്ല ഒലിവ് തൈകളായി നിൽക്കുന്നു. ദൈവത്തിന് സ്വന്തം. നിങ്ങളുടെ സന്തോഷമില്ലേ? ഒന്ന് ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. അപ്പോൾ ഈ ഒലിവിന് ഔഷധം കണ്ടുകൊണ്ട് ഗിലെയാദിലെ വൈദ്യനെ പോലെ ഡോക്ടർ ജീസസ്, ദൈവത്തിന് സ്വന്തം, അങ്ങനെ ഒരു ഒലിവിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഗിലെയാദിലെ യിരെമ്യാ പ്രവചനത്തിലൊക്കെ പറയുന്നു. അപ്പൊ ഒലിവ് വളരെ അത്ഭുത സിദ്ധിയുള്ള ഒരു മരമാണ്. അതിന്റെ ഔഷധ ഗുണമുള്ളതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്ത് അവിടെ ഒരു ഒലിവ് കാണാം. അതിന്റെ 8:11 ഒന്ന് വായിച്ച്. 8:11 നശിച്ചു പോകാത്ത പച്ചയായിട്ട് നിൽക്കുന്ന ഒലിവിനെ അവിടെ കാണാം. ആ പ്രാവിന്റെ വായിൽ ഒരു പച്ച ഒലിവ്. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചില്ല. പെട്ടകമുണ്ടാക്കിയപ്പോൾ നാൽക്കായി ഇരുകാലി ജനത്തിനോട് പറഞ്ഞു ഇതിനകത്ത് കയറാൻ പറഞ്ഞു. ഒരൊറ്റ ഇരുകാലി കയറിയില്ല. എന്നാൽ നാൽക്കാലി ഇഴജാലികളെല്ലാം അതിനകത്ത് കയറി. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് നോഹ പറഞ്ഞപ്പോൾ കുടുംബക്കാർ കയറി. ആ പുള്ളിയുടെ സാക്ഷ്യം നോക്കിയ വീട്ടിനകത്ത്. നമ്മുടെ വീട്ടിൽ നമുക്ക് സാക്ഷ്യമുണ്ടോ? ദൈവത്തിന് ഒന്ന് വിചിന്തനം ചെയ്യാനായിട്ട് പറ്റണം. ആ നോഹ പറഞ്ഞപ്പോ കുടുംബക്കാർ ഒരെണ്ണമില്ലാതെ സകലതും കയറി. പെട്ടകത്തിന്റെ വാതിലടച്ചു. ദൈവം തമ്പുരാൻ ആകാശത്തിന്റെ കിളിവാതികൾ തുറന്നു. ഭൂമിക്കടിയിലെ വെള്ളത്തിന്റെ ടാപ്പ് തുറന്നു. വെള്ളം മുകളിൽ നിന്നും താഴെ നിന്നും പൊങ്ങാൻ തുടങ്ങി. ആ പെട്ടകം ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി അരാരാത്ത് പർവ്വതത്തിൽ അവർ ഉറച്ചു കഴിഞ്ഞു. ഒരു ദിവസമല്ല പ്രിയരെ, 40 രാവും 40 പകലും 150 ദിവസം എന്ത് ചെയ്തു? നിർത്താതെ മണിയും വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടന്നു. നോക്കണമേ, ആ വെള്ളത്തിനകത്ത് മനുഷ്യന്മാർ മുഴുവൻ ചീഞ്ഞു. എല്ലാ വൃക്ഷലതാദികളും ചീഞ്ഞ് അഴുകി. പക്ഷേ അവസാനം ഈ 150 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രാവ് ചെന്നപ്പോൾ പ്രാവിന് ഒരു പച്ച ഒലിവ് കിട്ടിയെങ്കിൽ ഒലിവിനെ തകർക്കുവാനായിട്ട് ഇവിടുത്തെ പെരുവെള്ളത്തിന്റെ ഒഴുക്കിന് പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാൻ പ്രിയരെ, നിങ്ങൾക്ക് എത്ര പ്രതിസന്ധി ഉണ്ടായാലും, വെള്ളം പോലെ നിങ്ങളെ മൂടിയാലും, നിങ്ങളൊരു പച്ച ഒലിവാണെങ്കിൽ നിങ്ങളുടെ പച്ചപ്പിനെ തൊടുവാൻ ഒരു ശക്തിക്കും സാധ്യമാകത്തില്ല. വിശ്വസിക്കുന്ന എത്ര ദൈവങ്ങളുണ്ട്? തളർന്ന ഒലിവല്ല, ഇന്ന് രാത്രി പച്ച ഒലിവായിട്ട് തകർത്ത് വളരുന്ന ഒലിവിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഒലിവിനെ തകർക്കുവാൻ സാധ്യമാകത്തില്ല. ദാവീദ് പറയുന്നു, ആലയത്തിനകത്തെ ഒലിവ്, തഴച്ചിരിക്കുന്ന ഒലിവ്. ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതികളോട് ഞാൻ ഇവിടെ നിർത്തുന്നു. നിങ്ങളൊരു തളർന്ന ഒലിവല്ല, ഒരു തഴച്ച ഒലിവായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് സ്തോത്രം.